ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റമദാനിലെ ഫസ്റ്റത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ കരീം. പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന് നല്ല രീതിയിൽ ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കണം. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോൾ അത് രാവിലെ മുതലാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ 8:30ക്കാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. രാവിലെ മോന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ആ ഒരു സമയം വെച്ചിട്ടാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. അത്താഴം കഴിഞ്ഞിട്ട് കിടന്നതായിരുന്നു. അപ്പോൾ നല്ലോണം വെയിലുള്ള ദിവസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് രാവിലെ തന്നെ വെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല എന്താ പറയുക, ലൈറ്റൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോനക്കുള്ള ഫുഡ് ദോശ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവനക്ക് കൊടുത്തിട്ട് അവന് സ്കൂളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഒരു 9:30ക്കാണ് അവൻ പോവുക കേട്ടോ. പിന്നെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം അവനക്ക് ഉച്ചക്ക് കഴിക്കാനും ദോശ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവൻ പോയതിൻ്റെ ശേഷം വൈകിട്ട് നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻക്ക് ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 1.5 ഉള്ളി മതി കേട്ടോ. 2 ഉള്ളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വറുത്തരച്ചിട്ട് കറി വെക്കുകയാണ്. അപ്പോൾ വറുത്തരച്ച് കറി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉള്ളി വഴറ്റിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉള്ളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് അധികം ഉള്ളി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയും അതുപോലെ തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ അതുപോലെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് സാധാരണ നമ്മൾ കൈ വെച്ചിട്ട് ചിക്കനിലൊക്കെ ആവണ രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ മുളകൊക്കെ വരുമ്പോൾ കൈക്ക് നല്ല എരിവായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കുറവാണ്, കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ആദ്യം ഫസ്റ്റ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വെച്ചിട്ട് കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ ഈ ചിക്കനിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. എന്നിട്ട് അത് ഇട്ട് ഫില്ലിങ് ഉണ്ടാക്കി ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചിക്കൻ വറുത്തരക്കാനുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ കൂട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളിയും തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും വലിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു ഗ്യാപ്പിലായിട്ട് ചൂടാറാൻ വെക്കലും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വറുത്ത് വന്നത് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരമായി. അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണ്. പിറ്റേ ദിവസം എടുക്കാമെന്ന് വെച്ചിട്ട്. ഒരുപാട് പേരൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് കറീൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് മതി കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണുണ്ട്, ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കറീൻ്റെ ചിക്കനെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ.
ഇനി പത്തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പത്തിരി ഞാൻ പ്രസ്സിലാണ് എടുക്കാറുള്ളത്, പരത്തി എടുക്കാറില്ല കേട്ടോ. പരത്താൻ എനിക്ക് അത്ര ഐഡിയ ഇല്ല. അപ്പം പിന്നെ ടൈം ഒരുപാട് വേണം. അപ്പോൾ ഇങ്ങനെ പ്രസ്സിലായിട്ട് തന്നെ നന്നായിട്ട് പരന്ന് വരും കേട്ടോ. അപ്പോൾ ഇതിലാണ് പരത്തി എടുക്കാറുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഈ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് കുറേ ടൈം ഇങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ടയേർഡാവുന്ന സമയമാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ജോലിയെല്ലാം തീർത്തിട്ട് കിച്ചണിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല ചൂടുള്ള സമയമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പ് കൂടി ആകുമ്പോൾ ആ ക്ഷീണം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെയാണ് ഞാനിപ്പോൾ ഈ എല്ലാ പണിയും ചെയ്യണത്. അപ്പോൾ ഒരു 12 മണി ആവുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പത്തിരിയെല്ലാം ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കണവും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ട് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ പത്തിരി എല്ലാം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ട് അടച്ച് മൂടി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ആവണത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്യാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതിൽ നിന്നും ചുട്ടെടുക്കാത്ത കുറച്ച് പത്തിരി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം മോനക്ക് രാവിലെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ടിഷ്യൂ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈർപ്പൊന്നും ഇറങ്ങാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാതെങ്കിൽ ഒരു നനവുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം ഒന്ന് ഇരുന്നിട്ട് ഓതുകയാണ് കേട്ടോ, ഖുർആൻ ഓതുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ കിച്ചണിൽ ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് മോന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. പിന്നെ അവനക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അതിനിടയ്ക്കായിട്ട് ഞാനൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ടയേർഡായതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെ ഉറക്കം വരുമല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരു 5:30ക്കാണ് കേട്ടോ ഞാനിപ്പോൾ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അൺബോക്സിങ് ചെയ്യണേ. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും നോമ്പായതുകൊണ്ട് നോമ്പ് തുറന്ന് കഴിയട്ടെ എന്നിട്ട് അൺബോക്സിങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ് ബ്രൗണി കേട്ടോ. എനിക്ക് മറ്റുള്ളതിനേക്കാളൊക്കെ ഇഷ്ടം ബ്രൗണിയാണ്. അപ്പോൾ അതായതുകൊണ്ട് എന്തായാലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നോമ്പ് തുറന്നിട്ട് ആണ് ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ, ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കൊറിയർ അയച്ചു തന്നിട്ടുള്ളത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ ഈരോഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ടുള്ളത് LKG's ബേക്ക് ഹൗസ് എന്നാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും എന്താ പറയുക ബ്രൗണി എല്ലാം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവർ നമ്മളിൽ നിന്ന് ഒരു കുറച്ച് വ്യത്യാസമായിട്ടാണ് ബ്രൗണീസ് എല്ലാം ചെയ്യണത്. അപ്പോൾ രാഗി ഫ്ലോറും അതുപോലെ ജാഗിരിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബ്രൗണി എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ മൈദ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. മൈദ യൂസ് ചെയ്യാതെയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇവർ ഓരോ ഐറ്റംസും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി ടേസ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3 ഫ്ലേവേഴ്സാണ് ഇവർ അയച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂട്ടെല്ല, ഹെസൽനട്ടും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ജാഗിരി രാഗി ഫ്ലോറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ജാഗിരിയും എന്താ പറയുക രാഗി ഫ്ലോറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ളത് നമ്മൾ അധികം കഴിച്ച ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ്. ഇത് അടിപൊളിയാണ്, എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇവർ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ടുള്ളത് LKG's ബേക്ക് ഹൗസ് എന്നാണ്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പെല്ലാം തുറന്നു, ഇപ്പോൾ എല്ലാം എനർജി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ഒരു താങ്ക്സ് കാർഡ് കൂടി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് പേരുടെ ഒക്കെ ചാനൽ കണ്ടിട്ടും എല്ലാം അതുപോലെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാനൊക്കെ ഇവർ ഇടയ്ക്ക് കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ് നാളെ കാണാം കേട്ടോ. ബൈ.